സരിതയുടെ കത്ത് വിവാദത്തിന് പിന്നിൽ ഗണേഷ് കുമാറാണെന്ന് ഫെനി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയെ താഴെയിറക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷിന്റെ PA പ്രദീപ് കുമാറും ശരണ്യ മനോജും വന്ന് കണ്ടു. വിവാദമുണ്ടാക്കാൻ കൂടെ നിൽക്കാൻ കാർ വാഗ്ദാനം ചെയ്തുവെന്നും ഫെനി പറഞ്ഞു. അതേസമയം സോളാർ കമ്മീഷനിൽ ഹാജരായി ഇക്കാര്യങ്ങൾ പറയാൻ ഫെനി ശ്രമിച്ചുവെങ്കിലും കമ്മീഷൻ അനുവദിച്ചില്ല. സരിതയുടെ ആരോപണം വ്യാജമാണെങ്കിൽ ഫെനി കത്ത് ഹാജരാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തുവന്ന സരിതയുടെ കത്ത് വ്യാജമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഫെനി ബാലകൃഷ്ണൻ രംഗത്ത് വന്നത്. ഗണേഷ് കുമാറും PA പ്രദീപ് കുമാറും ശരണ്യ മനോജും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കത്തിന് പിന്നിൽ. ഇതിന് കൂട്ടുനിൽക്കാൻ തന്നെ 2 തവണ പ്രദീപ് കുമാറും മറ്റൊരാളും വന്ന് കണ്ടിരുന്നുവെന്നും ചില വാഗ്ദാനങ്ങൾ നൽകിയെന്നും ഫെനി പറഞ്ഞു. KB ഗണേഷ് കുമാറും ശരണ്യ മനോജും ശ്രീ പ്രദീപ് കുമാറുമാണ് ഇതിന്റെ പിന്നിൽ. ശ്രദ്ധിക്കാൻ ഇത് ഒരേ മാസമായിട്ട് എന്റെ വീട്ടിലും എന്റെ ഓഫീസിലും ഇവർ ഫോൺ ചെയ്യത്തില്ല. അപ്രതീക്ഷിതമായിട്ട് വന്ന് ഓഫീസിൽ ഇരിക്കുന്നത്. പിന്നെ മുഖ്യനെ താഴെ ഇറക്കണം എന്താ വെച്ചാൽ നമ്മുടെ ഗണേഷ് സാറിനെ സഹായിച്ചില്ല. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന കത്തിൽ സരിത പറഞ്ഞിരിക്കുന്നത് ശരിയല്ലെന്നും ചില തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഫെനി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി തെറ്റ് കാണിച്ചിട്ടില്ലെന്നുള്ള കാണിച്ചു കാണുമായിരിക്കും. പക്ഷേ ഈ സെക്ഷൽ ഹാരസ്മെന്റ് അത് കളവാന്ന് ഞാൻ മാത്രമേ പറയൂ. അതേസമയം ഫെനിയെ കൊണ്ട് ഇക്കാര്യങ്ങൾ കമ്മീഷന് മുന്നിൽ പറയിക്കാൻ സർക്കാർ അഭിഭാഷകൻ ശ്രമിച്ചുവെങ്കിലും കമ്മീഷൻ ഇതിന് അനുവദിച്ചില്ല. പുറത്തുവന്ന കത്ത് ശരിയായതല്ലെങ്കിൽ യഥാർത്ഥ കത്ത് ഹാജരാക്കാൻ ഫെനി തയ്യാറാകണമെന്നും കമ്മീഷൻ പറഞ്ഞു. ടോബി ജോൺസൺ, മീഡിയ 1.